ഇത് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാഴ്സ് ഉണ്ടല്ലോ, ചൊവ്വയിലുള്ള ഒരു സ്ഥലമാണ്. അതിനെ മെഡൂസെ ഫോസെ ഫോർമേഷൻ എന്നറിയപ്പെടുന്ന ഒരു ജിയോളജിക്കൽ ഫോർമേഷനാണ് ഇത്. ഇതെന്ന് പറയുന്നത് മാഴ്സിൻ്റെ ഇക്വേറ്ററിനടുത്തായിട്ട് ഒരു ഹൈലാൻഡിനും മിഡ്ലാൻഡിനും ഇടയ്ക്കുള്ള ലോലാൻഡിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു ഫോർമേഷനാണ് ഇവിടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ജേണലിലാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. കാണിക്കുന്നത് മാഴ്സ് എക്സ്പ്രസ് ഓർബിറ്റർ എന്ന് പറയുന്ന നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ഓർബിറ്ററാണ്. 2003 ഇത് ലോഞ്ച് ചെയ്തത്. ഏകദേശം 21 വർഷമായിട്ട് അതിങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനകത്തുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മാഴ്സിസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഇതെന്ന് പറയുന്നത് മാഴ്സിൻ്റെ സബ് സർഫസിനെ പറ്റി ഒന്ന് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഴ്സ് അഡ്വാൻസ്ഡ് റഡാർ ഫോർ സർഫസ് ആൻഡ് ലോണോസ്ഫിയർ സൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പെനട്രേറ്റിംഗ് റഡാർ ഇൻസ്ട്രുമെൻ്റാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റഡാർ ഡേറ്റ പറയുന്നത് ഈ മെഡൂസെ ഫോസെ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ വളരെ വലിയ ഏകദേശം 2 മൈൽ ആഴത്തോളം വലിപ്പമുള്ള ഒരു വലിയ ജലസംഭരണി എന്ന് കരുതാവുന്ന രീതിയിൽ പണ്ടത്തെ ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ, അതായത് ഗ്ലേഷ്യർ ഫോർമേഷൻ്റെ എവിഡൻസ് കിട്ടിയെന്നാണ് ഇത് പറയുന്നത്. പണ്ടൊരു കാലത്തുണ്ടായിരുന്ന ഗ്ലേഷ്യൽ ഫോർമേഷൻ്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ ചുവന്ന ഗ്രഹം നമ്മുടെ മാഴ്സിൻ്റെ ഭൂതകാലത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണകളെ എല്ലാം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കണ്ടെത്തലാണ് ഇതെന്നാണ് അവർ പറയുന്നത്. ഈ കണ്ടെത്തലിലൂടെ കിട്ടിയ ഈ ഗ്ലേഷ്യൽ ഫോർമേഷൻ ഒരുപക്ഷെ മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ ചൊവ്വ മുഴുവനായിട്ടൊന്ന് മൂടാൻ കഴിയുന്ന, അതായത് 9 അടി ഉയരത്തിൽ വെള്ളം നിറയത്തക്ക രീതിയിൽ ചൊവ്വ മുഴുവൻ മൂടാൻ കഴിയുന്ന രീതിയിൽ വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് ഈ ഫോർമേഷനിൽ ഉണ്ടായിരിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ കണ്ടെത്തിയ ജിയോളജിക്കൽ ഫോർമേഷനിലുള്ള വെള്ളം മുഴുവൻ മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ ചൊവ്വ മുഴുവൻ നിറയത്തക്ക രീതിയിൽ, അതായത് ഏകദേശം 1.5 തൊട്ട് 2.7 മീറ്റേഴ്സ് വരെ ഡെപ്തിൽ ചൊവ്വ മുഴുവൻ നിറയത്തക്ക രീതിയിൽ അത്രത്തോളം വെള്ളം ഈ ഒരു ഫോർമേഷനിൽ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇപ്പം നമ്മുടെ ചൊവ്വ എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വരണ്ടതായി തോന്നിയിരിക്കാമെങ്കിലും ഒരു പക്ഷേ ഒരു കാലത്ത് നദീതടങ്ങളുടെ അവശിഷ്ടങ്ങളും പുരാതനമായിട്ടുള്ള സമുദ്രത്തിൻ്റെ തീരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂതകാലത്തിൻ്റെ ലക്ഷണങ്ങൾ പല സ്റ്റഡികളിലും മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഈ ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ജേർണലിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മാഴ്സിൻ്റെ ഇക്വേറ്റർ റീജിയനിൽ ഇത്തരത്തിൽ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള ലെയറിൻ്റെ ഒരു പ്രസൻസിൻ്റെ സാധ്യതയാണ് ഇവരിതിലൂടെ പറയുന്നത്.